മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. രാത്രി 12 മണി ഒരു ചെറുപ്പക്കാരൻ ഉറച്ച കാൽവെപ്പുകളോടെ ക്ഷേത്രത്തിലേക്ക് കയറി. പൊട്ടിപ്പൊളിഞ്ഞ ക്ഷേത്രത്തിൽ വല്ലപ്പോഴുമൊക്കെ ആരാധന നടക്കാറുണ്ട്. അകത്ത് കയറി ഉടൻ പ്രാർത്ഥനയായി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദേവി പ്രത്യക്ഷപ്പെട്ടു. ഭീതിജനകമായ ആകാരം ആരെയും ഭയപ്പെടുത്തും. കണ്ണു തുറന്ന യുവാവ് കൗതുകത്തോടെ ആ രൂപത്തെ നോക്കി. പിന്നെ എന്തോ ഓർത്തിട്ടെന്നവണ്ണം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ദേവിക്ക് ദേഷ്യം വന്നു. ആരും കടന്നു വരാത്ത സ്ഥലത്ത് വന്ന് തന്നെ പരിഹസിക്കുകയോ? എന്താ ഇത്ര ചിരിക്കാൻ? ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണേ. അടിയനോട് പൊറുക്കണം ദേവി. ഒരു മൂക്ക് മാത്രമുള്ള അടിയന് ജലദോഷം വന്നാൽ തുമ്മിയും ചീറ്റിയും ആകപ്പാടെ എന്തൊരു വിഷമമാണ്. അപ്പോൾ 1000 മൂക്കുള്ള ദേവിയുടെ കഷ്ടപ്പാട് ഓർത്താണ് ചിരിച്ചത്. യുവാവിന്റെ മറുപടി ദേവിയെ കോപാകുലയാക്കുന്നതിന് പകരം രസിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദേവി അപ്പോൾ തന്നെ യുവാവിന് വരം നൽകുവാൻ സന്നദ്ധയായി. ഇടതും വലതും കൈകളിൽ ഓരോ വെള്ളിപ്പാത്രങ്ങൾ യുവാവിന്റെ നേരെ ദേവി നീങ്ങി. ഒരു പാത്രത്തിൽ തൈരും മറുപാത്രത്തിൽ പാലുമാണ്. നിനക്കിതിൽ ഏത് വേണം? യുവാവ് ശ്രദ്ധിച്ചു നോക്കി. ദേവി ഇതെന്തിനുള്ളതാണ്? സംശയ നിവാരണത്തിന് അവൻ ചോദിച്ചു. ദേവി പറഞ്ഞു, പാൽ വിജ്ഞാനത്തിന്റെ മാധുര്യവും തൈര് സമ്പത്തിന്റെ പുളിയുമാണ്. അടിയനിതൊന്ന് കയ്യിൽ വാങ്ങി നോക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ഇല്ല, ദേവി സംശയലേശമെന്നെ പറഞ്ഞു. തൽക്ഷണം യുവാവ് പാത്രത്തിലുള്ള ദ്രാവകങ്ങൾ വായിലേക്ക് കമിഴ്ത്തി. ദേവി ഞെട്ടിപ്പോയി. ഒന്നിനു പകരം 2 അവൻ കരസ്ഥമാക്കിയിരിക്കുന്നു. ക്രുദ്ധിയായ ദേവിയോട് യുവാവ് പുഞ്ചിരിയോടെ പറഞ്ഞു, അടിയനോട് ക്ഷമിക്കണം. ബുദ്ധിയില്ലാതെ ധനം സമ്പാദിച്ചിട്ട് ജീവിതത്തിൽ ആർക്കും നേട്ടമില്ല. അതുപോലെ വിജ്ഞാനം നേടിയിട്ടും സമ്പത്തില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യം? യുവാവിന്റെ വാക്കുകൾ ദേവിയെ സന്തോഷിപ്പിച്ചു. അനുഗ്രഹം നൽകിയ ശേഷം ദേവി പറഞ്ഞു, 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ച കൃഷ്ണ ദേവായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന വിജ്ഞാനിയും വിദൂഷകനുമായ തെന്നാലി രാമനായിരുന്നു ഈ യുവാവ്. അതെ, ദൈവത്തിന് ഒന്നും അസാധ്യമില്ല. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ആ വിശ്വാസത്തിന് നിറവിൽ ജീവിക്കുവാൻ നമുക്കേവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.